2026 ഏപ്രിൽ മാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാൻ പ്രവചിക്കുന്നത്. മകരക്കൂറിൽ ജനിച്ച ആൾക്കാരുടെ ജ്യോതിഷ ഫലങ്ങളാണ്. ഉത്രാട നക്ഷത്രത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗവും തിരുവോണ നക്ഷത്രവും അവിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യ പകുതി ഭാഗവും ചേർന്നതാണ് മകരക്കൂർ എന്ന് പറയുന്നത്. ലഭിക്കേണ്ടിയിരിക്കുന്ന പ്രൊമോഷൻ മുതലായവ ചില തടയപ്പെട്ടേക്കാം എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടാകാം. എങ്കിൽ തന്നെയും അതിനെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞ് എവിടെയാണ് തടസ്സമെന്ന് കണ്ടുപിടിച്ചാൽ തീർച്ചയായും അത് മാറിക്കിട്ടുന്നതാണ്. അതായത് ഉദ്യോഗസ്ഥന്മാർക്കും രാഷ്ട്രീയക്കാർക്കൊക്കെ വരുന്ന പൊതുപ്രവർത്തകർക്കൊക്കെ വരുന്നതാണിത്. എവിടെയാണ് അത് സ്ട്രക്കായി കിടക്കുന്നതെന്ന് കണ്ടുപിടിക്കുക, തടസ്സമുള്ളതെന്ന് കണ്ടുപിടിച്ച് മാറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ പ്രൊമോഷൻ ലഭിക്കുന്നതാണ്. അതുപോലെ ശത്രുക്കൾക്കുള്ള ശല്യങ്ങൾ കുറഞ്ഞിരിക്കാം. അതുപോലെ ധനവൃത്തി കാണുന്നുണ്ട്. അതായത് ധനം പല വഴിക്കും ധനം സമ്പാദിക്കാനായിട്ട് സാധിക്കും. അതുപോലെ വിദ്യാ തടസ്സം ഉണ്ടായിരുന്നത് അത് വിദ്യാർത്ഥികൾക്കാണെങ്കിൽ ആ വിദ്യാ തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടി. ഏതെങ്കിലും തരത്തിൽ ഫീസ് അടയ്ക്കേണ്ട ഒരു സാഹചര്യം വരികയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ കുടുംബ പ്രശ്നങ്ങൾ മൂലമോ ഒക്കെ ഉള്ള തടസ്സങ്ങൾ തീർച്ചയായിട്ടും മാറിക്കിട്ടും. അതുപോലെ നിങ്ങൾക്ക് നേരെ നടന്ന ഒരു മോഷണ ശ്രമം, നിങ്ങളുടെ വീട്ടിൽ നിന്നോ നിങ്ങളിൽ നിന്നോ വിലപിടിപ്പുള്ള പലതും മോഷ്ടിച്ചുകൊണ്ട് പോകാൻ ഒരു ശ്രമം നടക്കാം. ഭാഗ്യം കൊണ്ട് അതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അതുകൊണ്ട് വിലപിടിപ്പുള്ള വസ്തുവകളൊന്നും നഷ്ടപ്പെടാണ്ട് രക്ഷപ്പെടാൻ സാധിക്കും. അതുപോലെ മാനസികമായിട്ട് ഒരു ഐശ്വര്യവും ക്ഷേമവും ഒക്കെ ഉണ്ടാവും, കീർത്തി ഉണ്ടാവും. അതുപോലെ നിങ്ങളുടെ എല്ലാവരെയും അറിയപ്പെടുന്ന ഒരാളായി മാറും. നിങ്ങളൊരു വിശ്വസ്തനായിരിക്കും. അതുപോലെ സ്വഭാവശുദ്ധി ഉള്ള ഒരാളാണെന്ന് നാട് മൊത്തം അറിയപ്പെടുന്ന ഒരാളാകും. ഉദര രോഗം ഉണ്ടായിരുന്നത് മാറിക്കിട്ടും. നിങ്ങൾക്കൊരു ഒരു വ്യാധിയായിരുന്ന വയറുവേദന അല്ലെങ്കിൽ ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ വയറിൻ്റെ അസുഖങ്ങളെല്ലാം മാറിക്കിട്ടും. റിമാൻഡിലാകുമോ എന്നൊരു ഭയം മനസ്സിലുണ്ടായിരുന്നത് അത് മാറിക്കിട്ടും. അങ്ങനെ റിമാൻഡിലാകുന്നില്ല. അതുപോലെ തന്നെ സർക്കാരിൽ നിന്ന് ഭയം ജനിപ്പിക്കുന്ന രീതിയിലുള്ള നോട്ടീസുകളോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം തൽക്കാലത്തേക്ക് നിർത്തിവെക്കുന്നു. അതുപോലെ വലിയൊരു തീപിടുത്തം ഉണ്ടാകേണ്ടിയിരുന്നത്, നിങ്ങളൊരു വ്യവസായിയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വ്യാപാരമൊക്കെ ചെയ്യുന്ന ആളാണെങ്കിൽ അവിടെ ഒരു തീപിടുത്തം ഉണ്ടായിരുന്നത് തീർച്ചയായിട്ടും അത് മാറിക്കിട്ടുന്നു. അത്ഭുതം കൊണ്ട് നഷ്ടങ്ങളൊന്നും വരാണ്ട് രക്ഷപ്പെടുന്നു. അതിലെ കാര്യങ്ങളെല്ലാം ഒരുവിധം നല്ല രീതിയിൽ പോകുന്ന ഒരു സമയമാണ് നിങ്ങൾക്ക്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യത്തിന് പ്രതികരണശേഷി ഉള്ളതിനാൽ പല ഗുണങ്ങളും നിങ്ങൾക്ക് അതുമൂലം ലഭിക്കുന്നു. ജനങ്ങളുടെ സഹായങ്ങൾ എപ്പോഴും നിങ്ങൾക്ക് ലഭിക്കും. അവരുടെ എല്ലാ രീതിയിലുള്ള സഹായ സഹകരണങ്ങൾ ലഭിക്കും. അതുപോലെ തന്നെ അധികാര സ്ഥാനങ്ങളിൽ നിങ്ങൾക്ക് പിടിപാട് ഉണ്ടാകും. നാൽക്കാലികളെ വളർത്തി ഉപജീവനം നടത്തുന്നവർ, അതിനെ നാൽക്കാലികളെ വാങ്ങിച്ചുകൊണ്ട് വന്ന് വളർത്തി അതിനെ വിൽക്കുന്നവരോ അല്ലെങ്കിൽ പാല് കൊണ്ട് ആയിട്ട് വ്യാപാരം ചെയ്യുന്ന ക്ഷീര കർഷകർക്കായിരുന്നാലും നല്ല രീതിയിൽ അവർക്ക് ലാഭം പ്രതീക്ഷിക്കാവുന്ന ഒരു മാസമാണിത്. അതുപോലെ ചില നക്ഷത്രങ്ങൾ അല്ലെങ്കിൽ ചില ഗ്രഹങ്ങൾ മോശം രാശികളിൽ സഞ്ചരിക്കുന്നതിനാൽ അതിന് ചില മോശഫലങ്ങളും ഉണ്ടാകാൻ സാധ്യത കാണുന്നു. അശ്രദ്ധ കാണിച്ചാൽ സ്ഥാനം നഷ്ടപ്പെടാം. നിങ്ങൾക്ക് ഉദ്യോഗസ്ഥാനെങ്കിൽ അശ്രദ്ധ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ഥാനം താഴേക്ക് വരാം, അതായത് ഡിമോഷൻ വരാം. അതുപോലെ പൊതുപ്രവർത്തകർക്കും അത് തന്നെയാണ്. അല്ലെങ്കിൽ പണിഷ്മെൻറ്റ് ട്രാൻസ്ഫർ വരുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ പോകാം. പക്ഷേ ചെറിയ തടസ്സങ്ങളുള്ളത് നിങ്ങൾ മാറ്റിയെടുക്കണം. അതുപോലെ തന്നെ വാക്ക് തർക്കത്തിന് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിലുള്ള വഴക്ക് ഒത്തുതീർപ്പിനൊക്കെ പോയി കഴിഞ്ഞാൽ ദേഹോദ്രവം ഏൽക്കേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടായാലും ചില ദുഃഖങ്ങൾ വരുന്നതിന് കാരണമുണ്ട്. ശത്രുദോഷം ധാരാളമായി ഉണ്ടാകേണ്ട ഒരു സമയമാണ്. ഇത് ശത്രുക്കൾ നേരിട്ട് ഉപദ്രവിക്കില്ല, അവർ ആഭിചാര ക്രിയകളാൽ നിങ്ങളെ ഉപദ്രവിക്കാനൊരു ശ്രമം നടത്തിയിരിക്കാം. പല അപകടങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകേണ്ടിയിരുന്നത് അത് ഭാഗ്യം കൊണ്ട് മാറിപ്പോകുന്നതായിട്ടും കാണുന്നുണ്ട്. സഹോദരങ്ങൾക്ക് ചില രോഗങ്ങൾ വരുന്നതായിട്ട് കാണുന്നുണ്ട്. ശരീരത്തിൽ രക്തശുദ്ധീകരണം നടക്കുന്നില്ല എന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ സാഹസികപരമായ ഒരു കാര്യത്തിന് പോകരുത്. അതായത് അങ്ങനെ അധികം സാഹസികത നിറഞ്ഞ കാര്യങ്ങളിൽ പോകരുത്. അതിൽ പരാജയം സംഭവിക്കേണ്ട ഒരു സാധ്യത കൂടി കാണുന്നുണ്ട്. ഇനി മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പ്രായത്തിനനുസരിച്ചാണ് ഞാൻ ഫലം പറയുന്നത്. ഉത്രാട നക്ഷത്രക്കാർക്കുള്ളതാണ്. 10 വയസ്സ് വരെയുള്ള ഉത്രാട നക്ഷത്രക്കാർക്ക് ഒരു പരിധി വരെ അവർക്ക് നല്ലൊരു സമയമാണ്. കുടുംബത്തിൽ പല രീതിയിലും ധനം വരുന്നതിനുള്ള സാധ്യതയുണ്ട്. വസ്തുവകൾ, ഈ കുട്ടിയുടെ കുടുംബ അച്ഛനമ്മമാരുടെ കുടുംബ സ്വത്തുക്കൾ ഭാഗം വെച്ച് അതിലൊരു വിഹിതം പണമായിട്ടോ വസ്തുവായിട്ടോ അല്ലെങ്കിൽ വീടായിട്ടോ ഒക്കെ ലഭിക്കുന്നതിനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ പൈസ കിട്ടിക്കഴിഞ്ഞാൽ വീട് വാങ്ങാൻ സാധിക്കും.
ആസ്മ, ശ്വാസം മുട്ടൽ മുതലായ അസുഖങ്ങൾ ഈ കുട്ടിക്ക് വരാം. ചില ഉത്രാട നക്ഷത്രക്കാരായിട്ടുള്ള കുട്ടികൾക്ക് വരാൻ സാധ്യത കാണുന്നുണ്ട്. 10 വയസ്സ് മുതൽ 17 വയസ്സ് വരെയുള്ളവർക്ക് ഇവരിൽ ചിലർക്ക് ഒരു സർജറി വേണ്ടി വന്നേക്കാം. ചില രോഗങ്ങൾ വരാം. പഴി കേൾക്കേണ്ടി വരാം. അതായത് ചെയ്യാത്ത കാര്യങ്ങൾക്ക് ആരോപണം ഉന്നയിക്കാം. അതുപോലെ തന്നെ ഈ സമയം കൂട്ടുകെട്ടുകൾ വളരെ നല്ലതായിരിക്കണം. മോശപ്പെട്ട കൂട്ടുകെട്ടുകളിൽ കൂടി കൂട്ടുകെട്ടി കഴിഞ്ഞാൽ പോലീസ് പരാതി, കോടതി നടപടികൾ വരാൻ സാധ്യതയുണ്ട്. അതിനാൽ രക്ഷകർത്താക്കൾ ഈ സമയം ശ്രദ്ധിക്കുക. പിള്ളേരെ 17 വയസ്സ് മുതൽ 35 വയസ്സ് വരെ ഉള്ളവർക്ക് ധനനാശം കാണുന്നു. ഏതെങ്കിലും രീതിയിലുള്ള ഒരു ധനനാശം കാണുന്നു. അതിനാൽ ഒരു സാമ്പത്തിക അച്ചടക്കം പാലിക്കുന്നത് വളരെ നല്ലതായിരിക്കും. പല ആപത്തുകളും ഉണ്ടാകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അതുപോലെ മാനസിക ആയിട്ടുള്ള പിരിമുറുക്കം ധാരാളം ഉണ്ടാകാം. എങ്കിൽ തന്നെയും ഈ നിങ്ങൾ മയക്കുമരുന്നിനും മദ്യത്തിനൊന്നും അടിമയാകരുത്. 35 വയസ്സ് മുതൽ 51 വയസ്സ് വരെയുള്ളവർക്ക് അച്ചടക്ക ജീവിതം, സാമ്പത്തിക അച്ചടക്കം പാലിക്കുകയും അമിതമായ ചെലവുകൾ നിയന്ത്രിക്കുകയും ചെയ്യുന്ന ആൾക്കാർക്ക് ഈ വരുന്ന കാലഘട്ടം വളരെയധികം സന്തോഷപരമായിരിക്കും. അവർക്ക് ധാരാളം ധനം, അവർക്ക് ആവശ്യത്തിന് ധനമുണ്ടാകും. അതുപോലെ ധനം സമ്പാദിക്കാൻ സാധിക്കും. വിവിധ ധനമാർഗങ്ങളിൽ നിന്ന് വരുമാനം അവർക്ക് ലഭിക്കും. അതുപോലെ ദുഃഖങ്ങളും എല്ലാം മാറിക്കിട്ടും. അവർക്ക് ബുദ്ധിക്ക് ഒരു സ്ഥിരത വരും. നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള ഒരു പക്വത അവർക്ക് ലഭിക്കും. 51 വയസ്സ് മുതൽ 70 വയസ്സ് വരെയുള്ളവർക്ക് സൂക്ഷിച്ചില്ലെങ്കിൽ ചില അപമാനങ്ങളിൽ നിങ്ങൾ പങ്കാളിയാകാൻ സാധിക്കും. നിങ്ങൾക്ക് എതിരെ വരുന്ന അപമാനങ്ങളിൽ നിങ്ങൾ തന്നെ അറിയാണ്ട് പങ്കാളിയാകാം. അതുകൊണ്ട് യാതൊരു വിധത്തിലും ഒരു ചതിക്കുഴികളിൽ ഇവിടെയും നിങ്ങളെ ചതിക്കാൻ വേണ്ടി നിങ്ങളുടെ ഉയർച്ചയിൽ അസൂയയിലുള്ള ആൾക്കാർ പല കെണികൾ ഒരുക്കി വയ്ക്കും. അതിലൊന്നും നിങ്ങൾ വിശ്വസിച്ച് വീഴാണ്ടിരിക്കുക. അങ്ങനെയൊക്കെ വീണ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ അശ്രദ്ധ കാണിച്ച് നിങ്ങൾ അതിൽ ചെന്ന് ചാടയാണെങ്കിൽ നിങ്ങൾക്ക് പോലീസ് പരാതി, കോടതി നടപടി ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഒരു ആഗ്രഹങ്ങൾ എല്ലാം സാധിക്കേണ്ട ഒരു സമയമാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ച് നല്ലൊരു ജീവിതം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ അന്യദേശത്തേക്ക് പോകുന്നതിനൊരു സാധ്യതയും കൂടി കാണുന്നുണ്ട്. 70 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മിക്കവാറും നടന്നു കിട്ടുന്ന ഒരു സമയമാണ്. രോഗപീഠ ഉണ്ടാകാം. എന്തെങ്കിലും ചെറിയ രോഗങ്ങളൊക്കെ കൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ടാകാം. ധനത്തിനും ധാന്യത്തിനും ഒന്നും ഒരു കുറവ് വരില്ല. ഭക്ഷണങ്ങളും ധനവും എല്ലാം ഇഷ്ടംപോലെ ലഭിക്കും. ഭക്ഷ്യവിഷബാധ ഏൽക്കാണ്ട് ശ്രദ്ധിക്കേണ്ടതാണ്. തിരുവോണ നക്ഷത്രക്കാർക്കുള്ളതാണ് അടുത്ത് പറയുന്നത്. 8 വയസ്സ് വരെയുള്ള തിരുവോണ നക്ഷത്രക്കാർക്ക് ചില സർജറികൾ വേണ്ടി വന്നേക്കാം. അതുപോലെ തന്നെ രോഗങ്ങൾ ശല്യപ്പെടുത്താം. ശ്വാസം മുട്ടൽ, അലർജി, കഫത്തിൻ്റെ ഉപദ്രവം എന്നിവയുണ്ടാകാം. രക്തത്തിൽ അണുബാധ ഉണ്ടാകുന്നതിനും ചില തിരുവോണ നക്ഷത്രക്കാർക്ക് സാധ്യത കാണുന്നുണ്ട്. അച്ഛനും അമ്മയും തമ്മിൽ വഴക്കിട്ടിട്ട് അവർ പിണങ്ങി താമസിക്കാനും ഇതിൽ ചില ദമ്പതിമാർ എന്നേക്കുമായി വേർപിരിഞ്ഞ് മാറി താമസിക്കുന്നതിനും സാധ്യതയുണ്ട്. ഈ സമയം തന്നെ ഈ കുട്ടികൾക്ക് അഗ്നിയിൽ നിന്ന് അല്ലെങ്കിൽ വൈദ്യുതിയിൽ നിന്ന് പൊള്ളലേൽക്കേണ്ട ഒരു സാധ്യത കാണുന്നതിനാൽ സൂക്ഷിക്കുക. 8 വയസ്സ് മുതൽ 26 വയസ്സ് വരെയുള്ളവർക്ക് ധർമ്മകാര്യങ്ങൾ മുടക്കം വരാം. പൂജാപരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ മതം പഠിക്കുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൊക്കെ കുറച്ച് മുടക്കം വരുന്നതിനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ചില ആപത്തുകൾ വരാം. ദൂര സ്ഥലത്തേക്ക് താമസം മാറുന്നതിനും ഒരു സാധ്യത കൂടി കാണുന്നുണ്ട്. അതുപോലെ എല്ലാവരുമായി ഒരു കലഹം വരാം. എന്തെങ്കിലും മനസ്സിലുള്ള ഒരു പ്രയാസം കൊണ്ടാകാം ഒരു കലഹം ഉണ്ടാകുന്നത്. ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് അടിപിടി കേസൊക്കെ വരാം. പോലീസ് പരാതി, കോടതി നടപടികൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ സമയത്ത് യാതൊരുവിധ അടിപിടി, വഴക്ക് കേസുകളിലൊന്നും പങ്കെടുക്കാതിരിക്കുകയായിരിക്കും ഏറ്റവും നല്ലത്. അതുപോലെ സഹോദരങ്ങൾക്കോ ഉറ്റ ബന്ധുക്കൾക്കോ ചില വേർപാടുകളോ അപകടങ്ങളോ വരേണ്ട ഒരു സാധ്യത കൂടി കാണുന്നുണ്ട്. 26 വയസ്സ് മുതൽ 42 വയസ്സ് വരെ ഉള്ളവർക്ക് ഇതുവരെ അനുഭവിച്ച എല്ലാ കഷ്ടപ്പാടുകൾ, മറ്റുള്ള പോലീസ് പരാതി ഉണ്ടെങ്കിൽ അത്, കോടതി നടപടികൾ, ഇതിലെല്ലാം പരിഹാരമായി അവർക്ക് എല്ലാ കേസുകളുണ്ടെങ്കിൽ അതെല്ലാം തീരുകയും അവർക്ക് വളരെയധികം മനസ്സിന് സന്തോഷം, അവർക്ക് ധാരാളം ഗുണഫലങ്ങൾ ലഭിക്കുന്നതാണ്. പറ്റിയ ഇണയെ കണ്ടുപിടിച്ച് വിവാഹം നടക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നല്ല സ്വഭാവമുള്ള ഒരു ഇണയെ, ഒരു ജോഡിയെ അവർക്ക് ലഭ്യമാകും. ആരോഗ്യം നല്ല രീതിയിൽ പോകും. കൂടാതെ തന്നെ ഏറ്റവും നല്ല മിത്രങ്ങളെ അവർക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കും. അവരെ തേടി വരും, നല്ല മിത്രങ്ങൾ വരും. ആരോഗ്യം നല്ല രീതിയിലായിരിക്കും. ശത്രുക്കളുടെ ശല്യങ്ങൾ നിങ്ങൾക്ക് ഈ സമയം ഗുണകരമായി ഭവിക്കും. അവരെന്ത് നിങ്ങൾക്ക് എതിരെ ചെയ്തിരുന്നാലും നിങ്ങൾക്ക് ഗുണകരമായി ഭവിക്കുന്ന ഒരു അതിശയം കൂടി ആ സമയത്തുണ്ടാകും. സന്താന ഭാഗ്യങ്ങളും മറ്റെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നൊരു സമയമാണ്. അതുപോലെ 42 വയസ്സ് മുതൽ 61 വയസ്സ് വരെ ഉള്ളവർക്ക് ചില അപവാദങ്ങൾ കേൾക്കാം. നിങ്ങളുടെ ഉയർച്ചയിലൊക്കെ അസൂയുള്ള ആൾക്കാർ അവർ കള്ളക്കേസുകൾ, കള്ളപ്പരാതികൾക്ക് കൊടുക്കുകയും അത് കോടതി നടപടികൾക്ക് നിങ്ങളെ വിളിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അതിൽ നിന്നെല്ലാം നിങ്ങൾക്ക്
നിങ്ങൾ കുറ്റക്കാരനല്ലെന്ന് കണ്ട് വിട്ടയക്കാനും ഇതിൽ ഭാഗ്യം കാണുന്നുണ്ട്. അതുപോലെ ഈ കേസിൽ പെടുന്ന സമയത്താണെങ്കിൽ മിത്രങ്ങളും ശത്രുക്കളാകാനൊരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ ധനം വരവുണ്ടെങ്കിൽ തന്നെയും കുറച്ച് ചിലവ് കൂടുതൽ വരുന്നതായിട്ട് കാണുന്നു. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചാൽ ഇതിൽ നല്ല ഒഴിവാക്കാവുന്നതാണ്. അതുപോലെ ഇണയുടെ വേർപാട്, ഇപ്പം ജോലി സംബന്ധമായിട്ട് ദമ്പതിമാർ ആരെങ്കിലും ഒരാൾ വിദേശ രാജ്യത്തോ അല്ലെങ്കിൽ ദൂരെ എവിടെയെങ്കിലും പോകുന്നതായിട്ട് ഒരു സാധ്യത കാണുന്നുണ്ട്. ഈ സമയം വാതരോഗം വരുന്നതിന് ഒരു സാധ്യതയും കൂടി കാണുന്നുണ്ട്. 61 വയസ്സ് മുതൽ 78 വയസ്സ് വരെയുള്ളവർക്ക് കഴിഞ്ഞ കാലങ്ങളിൽ അനുഭവിച്ച ദുരിതങ്ങൾക്കും കഷ്ടപ്പാടുകൾക്കും മനപ്രയാസങ്ങൾക്കെല്ലാം പരിഹാരമായി അവർക്ക് ഒരു നല്ല സമയമാണ് വരുന്നത്. അവർക്ക് ധാരാളം ധനം ലഭിക്കുന്നു, മനസമാധാനം ലഭിക്കുന്നു, സർവ്വ ഐശ്വര്യങ്ങളിൽ ലഭിക്കുന്നൊരു സമയമാണ്. ചെറിയ രോഗങ്ങളുണ്ടെങ്കിൽ തന്നെ അതിനെല്ലാം കൃത്യമായിട്ടുള്ള ചികിത്സ ലഭിക്കുന്നതിനാൽ അതൊന്നും ഒരു ബുദ്ധിമുട്ടായി വരുന്നില്ല. അവിട്ട നക്ഷത്രക്കാർക്കുള്ളതാണ് അടുത്ത് പറയുന്നത്. 18 വയസ്സ് വരെയുള്ള അവിട്ട നക്ഷത്രക്കാർക്ക് ബന്ധുജനങ്ങളിൽ ആരെങ്കിലും അവരെ ഏറ്റവും സഹായിച്ചിരുന്നതും അവരെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്നതുമായ ബന്ധുക്കളിൽ ആരോ ഒരാൾ മരിക്കുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. അത് വാർദ്ധക്യ സഹജമായ ഒരു അസുഖമായിരിക്കാനാണ് സാധ്യത. അതുപോലെ തന്നെ എല്ലാത്തിനോടും ഒരു ഭയവും ഒരു വെറുപ്പും വരുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. സ്വദേശം വിട്ട് അന്യദേശത്തേക്ക് പോകുന്നതിനും ഒരു സാധ്യതയുണ്ട്. 18 വയസ്സ് മുതൽ 34 വയസ്സ് വരെയുള്ള അവിട്ട നക്ഷത്രക്കാർക്ക് ഉയർന്ന വിദ്യാഭ്യാസം അവർ പ്രതീക്ഷിച്ചതിലും കൂടുതൽ ഉയർന്ന വിദ്യാഭ്യാസം ഗുണനിലവാരമുള്ള സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്നതിന് അവർക്ക് ഭാഗ്യം ലഭിക്കുന്നു. അന്തസ്സുള്ള ഒരു ജോലി അവർക്ക് ലഭിക്കുന്നു. വരുമാനത്തിന് അവരുടെ ജീവിതത്തിലെ അവരുടെ വിദ്യാഭ്യാസത്തിനനുസരിച്ച് നല്ലൊരു ജോലി അവർക്ക് ലഭിക്കുന്നു. അതുപോലെ അവരുടെ ജീവിത ശൈലിയെ ആകെ മാറി അവർക്ക് നല്ലൊരു ജോഡിയെ കണ്ടുപിടിച്ച് വിവാഹം കഴിക്കുന്നതിനും സന്താന ഭാഗ്യം ഉണ്ടാകുന്നതിനും സാധ്യമുണ്ട്. അതുപോലെ തന്നെ നല്ല മിത്രങ്ങളെ അവർക്ക് ലഭിക്കുന്നതിനും ഒരു ഭാഗ്യം കൂടിയുണ്ട്. 34 വയസ്സ് മുതൽ 53 വയസ്സ് വരെയുള്ളവർക്ക് ചില അപവാദങ്ങൾ കേൾക്കുന്നതിന് നിങ്ങളുടെ ജീവിതത്തിലെ ഉയർച്ചയിൽ ചില അസൂയാലുക്കളുണ്ടാകാം, ശത്രുക്കളുണ്ടാകാം. അവർ നിങ്ങളറിയാതെ തന്നെ നിങ്ങൾക്ക് ചില പരാതികളും കേസുകളൊക്കെ നിങ്ങൾക്കെതിരെ ഉണ്ടാകാം. അതൊക്കെ നിങ്ങൾക്ക് ഒരു തടസ്സമാകാണ്ട് അതൊക്കെ നിങ്ങൾ കുറ്റക്കാരനല്ലെന്ന് കണ്ട് എല്ലാം നിരുപാധികം നിങ്ങൾ വിട്ടയക്കാം. ചില ഇതിൽ ദമ്പതിമാരിൽ ആരെങ്കിലും ഒരാൾ വിദേശത്തേക്ക് പോവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും വേർപാട് വരികയോ ചെയ്യാനൊരു സാധ്യത അവർ കുറച്ച് മാറിപ്പോകുന്നതിന് ഇത് വേർപിരിയാനൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട്. 53 വയസ്സ് മുതൽ 70 വയസ്സ് വരെയുള്ളവർക്ക് മുൻകാലങ്ങളിൽ എല്ലാ ആപത്തുകളെയും മുൻകാലങ്ങളിലുള്ള മനപ്രയാസങ്ങളും മറ്റുള്ള എല്ലാം അവർക്ക് മാറി അവർക്ക് നല്ല കാലം വരുന്നു. ആഗ്രഹിക്കുന്ന മനസ്സമാധാനവും സന്തോഷവും ലഭിക്കുന്നു. ബുദ്ധി നേരെ ഗതിയിലേക്ക് വരുന്നു. നല്ല രീതിയിൽ ചിന്തിക്കാനും എല്ലാം സാധിക്കുന്നു. ഡിപ്രഷൻ മുതലായ മനോവിചാരങ്ങൾ പൂർണ്ണമായി മാറിക്കിട്ടുന്നു. 70 വയസ്സ് മുതൽ 70 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് പേരക്കുട്ടികളും മക്കളൊക്കെ ആയിട്ട് സുഖമായിട്ടൊരു ജീവിതം നയിക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ഇതിൽ ധനം 2 രീതിയിലാണ് പറയുന്നത്. ധനനേട്ടങ്ങൾ, ഒന്ന് ഏതെങ്കിലും നല്ല സമ്പാദ്യ പദ്ധതികളിലാണ് നിക്ഷേപിച്ചിട്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പണം നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് പിൻവലിക്കാൻ സാധിക്കും. അതല്ല മോശപ്പെട്ട സമ്പാദ്യ പദ്ധതികളാണെങ്കിൽ തീർച്ചയായിട്ടും ആ പണം ലഭിക്കുന്നതിന് തന്നെ വളരെയധികം കഷ്ടപ്പാടുകൾ സഹിക്കേണ്ട ഒരു അവസ്ഥ വരാം. 77 വയസ്സിന് മുകളിലോട്ട് ബന്ധുക്കളെല്ലാം നിങ്ങളുടെ തറവാട്ടിൽ അല്ലെങ്കിൽ വീട്ടിൽ ഒത്തുചേരുകയും നിങ്ങളുടെ ജന്മനാൾ പൂജകളും ആഘോഷങ്ങളെല്ലാം അവർ നടത്തി വളരെയധികം സന്തോഷങ്ങളും ഐശ്വര്യങ്ങളും ഉണ്ടാകുന്ന ഒരു സൗഭാഗ്യവും കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നു. ഇവിടെ പ്രവചിച്ചതെല്ലാം സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. കൃത്യമായ ജ്യോതിഷ പ്രവചനങ്ങൾക്ക് ജാതക പരിശോധന അത്യാവശ്യമായി വരുന്നു. നിങ്ങൾക്കുള്ള വാസ്തുപരമായോ ജ്യോതിഷപരമായോ മുഹൂർത്തപരമായോ പൂജാപരമായുള്ള കാര്യങ്ങൾക്ക് എൻ്റെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വരുന്ന ഏപ്രിൽ മാസത്തിൽ സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി ദീർഘായുസ് ആയുസ് ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.